ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ കരയരുത്. കാരണം ഞാൻ നട്ടല് ഉയർത്തി തന്നെ ആയിക്കോളൂ കിടക്കുന്നത്. മരണ വീട്ടിലും അഭിനയിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ ഈ ഓവർ ആക്ടിങ്? ഇതൊരു നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സലീം കുമാർ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. സലീം കുമാർ മരണപ്പെട്ടു, നമ്മളെല്ലാം വിട്ടുപോയി. ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു കലാകാരനായിരുന്നു. ഒരുപാട് നമ്മൾ പുള്ളിയുടെ ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം ഹ്യൂമറാണ്. ഒരുപാട് പൊട്ടി ചിരിച്ചിട്ടുണ്ട് അല്ലേ. ഇന്നും ഏത് കാലവും മായാ നിൽക്കുന്ന കോമഡി സീനുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ സീരിയസ് റോളും ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം പുള്ളി മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം വന്ന കുറച്ച് കോൺട്രവേഴ്സീസ് ആണ്. ഒന്നാമത്തെ കേസ്, പുള്ളി മരിക്കുന്നതിന് മുമ്പേ ചത്തില്ലേ മറ്റേ മറിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വന്നിട്ട് അവരുടെയൊക്കെ ഈ പറയുന്ന എന്താണ് മനസ്സിലുള്ള വിഷം തുപ്പിയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അവസാനം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം. അവിടെ ഉള്ള ഈ പറയുന്ന ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരാണ്, എല്ലാവരും പത്രപ്രവർത്തകരാണ് എന്നുള്ളതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ സാറ്റലൈറ്റ് ചാനലുകാരെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരെയും ഓരോ ഫോണുകളുണ്ട്. അവർക്ക് പോലും എന്താണ് ഒരു സൗകര്യം കൊടുക്കാതെ അവർക്ക് നേരെ ചടങ്ങ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തള്ളിക്കയറ്റം. അവസാനം വളരെ ശുഭിതനായിക്കൊണ്ട് നീയൊക്കെ എന്തോന്നടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് തള്ളിവിടുന്നു. അതിനെ കുറെ എണ്ണം വിമർശിക്കുന്നു. എടാ, അവൻ അവിടെ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ആ സമയത്ത് വന്ന് നീയൊക്കെ തള്ളി കയറാനും പോരാഞ്ഞിട്ട് അതിന്റെ താഴെ വന്ന് കുറെ ഞരമ്പം. അല്ല, ഈ പുള്ളിയോടുള്ള വിരോധമാണ്. അത് ചിലപ്പോൾ രാഷ്ട്രീയ വിരോധമോ മറ്റു എന്തൊക്കെ ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ ഈ ഒരാൾ മരിച്ചു കിടക്കുമ്പോഴല്ല നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന അകത്തുള്ള അഴക്കുള്ള ദുഷ്ടചിന്തകളൊക്കെ എടുത്തെറിയാനുള്ള അല്ലെങ്കിൽ വിമർശിക്കാനുള്ള സമയം ഒരാൾ മരിച്ചു കിടക്കുമ്പോഴല്ല. അവൻ ജീവനോടുള്ളപ്പോൾ വിമർശിച്ചു, അവൻ തിരിച്ചു തരുകയും ചെയ്യും. മനസ്സിലായോ? ഇപ്പം അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ക്ലിപ്പ് വയ്ക്കുന്നുണ്ട്. അതായത് ഈ പുള്ളി മരണത്തെ ഒരുപാട് പേടിച്ചിരുന്നു എന്നൊരു ഡൗട്ട്. പുള്ളി മരണത്തെ ഒരുപാട് പേടിച്ചിരുന്നു എന്നുള്ളത് പലപ്പോഴും ഞാൻ ഉടനെ ഉണ്ടാവും. അതായത് കൊച്ചിൻ ഖനീഫ മരിച്ചപ്പോഴൊക്കെ നീ പൊയ്ക്കോ, ഞാനും അങ്ങോട്ട് തന്നെ, അങ്ങനെ പലപ്പോഴായിട്ട് മരണത്തെ, അതായത് ഈ പുള്ളി നല്ല ആദ്യം നല്ല തടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പെട്ടെന്ന് എന്തോ വന്ന് ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങുന്നു. അതിനുശേഷം പുള്ളി എപ്പോഴും ഈ മരണത്തെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധ്യത. നമുക്ക് ഈ പറയുന്ന ഇവിടെ നടന്ന സംഭവം, ഈ പുള്ളി അതായത് ഇവന്റെ മൂത്ത മകൻ അവിടെ കൂടിയിരിക്കുന്ന പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിനോട് കയർത്ത ഒരു സാധനം വയ്ക്കാം. അവസാനം ആ പയ്യന്റെ കരച്ചിൽ കണ്ടു. അവനോട് നിൽക്കാൻ പറ്റില്ല. അവൻ ഇങ്ങനെ ആടി നിങ്ങൾ അത്രയ്ക്ക് ഉന്തും തള്ളുവാണ്. ഒരു മാന്യത വേണ്ടിയാണ് നിനക്കൊക്കെ വന്ന് തള്ളി കയറുന്നത്. അതുമല്ല, അവിടെ ഒരു കയർ എന്തെങ്കിലുമൊക്കെ കെട്ടി ഇതിനെ ഒരു സെപ്പറേറ്റ് ആക്കാനുള്ളതായിരുന്നു. എന്താണ് നിനക്കൊക്കെ വേണ്ടത്? നീ എന്തൊക്കെ ഈ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനെ വിമർശിക്കുന്ന കുറെ നാറികളുണ്ട്. ഇതിനെയും വിമർശിക്കുന്നത്. അവൻ വെള്ളം അടിച്ചിട്ടാണ് നിൽക്കുന്നത്, അവൻ കഞ്ചാവ് അടിച്ചിട്ടാണ് നിൽക്കുന്നത്, അവൻ അഹങ്കാരമാണ്. എന്തോന്നല്ലേ ഇത്, വലിയ കഷ്ടം. അടുത്ത കുറെ നാറികൾ അവിടെ അവരുടെ മരണപ്പെട്ട് കിടക്കുകയാണ്. അവനെ കാണാൻ വേണ്ടി അവിടെ അതിനകത്തോട്ട് അവരെ കൊടി ഇതുകൊണ്ടിടാൻ വേണ്ടി പോകുന്നു. എന്തൊരു വിവരം കെട്ടവനെ മാറാൻ നോക്കണം. അവിടെ ഒരാൾ മരിച്ചു കിടന്ന് അവിടെ പുള്ളിയെ കാണാൻ വേണ്ടി അവസാനം വേണ്ടുന്ന കാണാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പോവുകയാണ്. അവിടെ കൊണ്ടുവന്ന് അവനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു. മുഖ്യമന്ത്രി അങ്ങേർക്ക് നല്ല വിവരമുണ്ട്, അതുകൊണ്ട് തള്ളി മാറ്റിക്കളഞ്ഞത്. മനസ്സിലായോ? ഇത്രയും വിവരം കെട്ട കുറേ എണ്ണമാണ്. അത് മരണ വീടാണോ, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, കല്യാണ വീടാണോ, മരണ വീടാണോ എന്നൊന്നും ഒരു വിവരവും ഒന്നുമില്ലാതെ പ്രതികരിക്കുന്ന കുറെ നാറികൾ. ഇതിനിടയ്ക്ക് ജയറാം നല്ല രീതിയിൽ തെറി കിട്ടുന്നുണ്ട്. ജയറാമിന്റെ കേസ് ഞാൻ ഇവിടെ വയ്ക്കാം.
ജയറാം വന്നപ്പോഴുണ്ടായിരുന്ന ഒരു സംഭവം, അവിടെ ഇളയ മകനാണ് ഇരിക്കുന്നത്. അവനെന്തോ ഒരു പ്രത്യേകതയില ജയറാമിനെ നോക്കുന്നത്, എന്തോ ഒരു ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ, എന്തോ ഒരു അത്ഭുതം കാണുന്ന രീതിയിൽ, എന്തോ ഒരു വിചിത്രമായി കാണുന്ന രീതിയിലാണ് ജയറാമിനെ നോക്കുന്നത് എന്നുള്ളതാണ്. മേ ബി എന്തെങ്കിലും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത്രയും കാലം വയ്യാതെ കിടന്നപ്പോൾ നിങ്ങൾ ആരും നോക്കാൻ വന്നില്ലല്ലോ എന്നുള്ളതാരെന്തൊന്നും അറിയില്ല. പക്ഷേ കമന്റ് ബോക്സിൽ ഇവനെ നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പൊട്ടൻ മരണ വീട്ടിലും അഭിനയിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട്, എന്തിനാ ഈ ഓവർ ആക്ടിങ്, ഇതൊരു മരണ വീടാണ്, ഇയാൾ നോർമൽ അല്ലേ എന്നുള്ള രീതിയിൽ ഇവന്റെ ഓവർ കുനിയൽ കാപഠ്യമാണ് എന്നുള്ളത്. അയ്യോ വിനയൻ വന്ന് സന്തോഷമായി, വിനയൻ വിനയം അല്പം കുറഞ്ഞു പോയെന്ന് സംശയം, ലേശം കൂടി കുമ്പിടാമായിരുന്നു എന്ന് പറയുന്ന കുറെ ഈ പറയുന്ന എന്താണ് കമന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു പരിധി വരെ ഇപ്പം അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിൽ കാണാതിരിക്കുക എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവിടെ ഒരു മരണ വീട്ടിൽ വരുമ്പോൾ പുള്ളിക്ക് അങ്ങനെ ഇപ്പം ഓവർ വിനയമാണോ അഭിനയമാണോ, അഭിനയിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നേരെ മറിച്ച് ഈ പുള്ളി ഒന്നും മിണ്ടാതെ ഇങ്ങനെ വന്നെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് അതിനെ വീണ്ടും വിമർശിക്കുമായിരുന്നു എന്നുള്ളതാണ്. അവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് നമുക്ക് പേഴ്സണലി അറിയാതെ ഈ പുള്ളി ചെയ്തത് ഓവർ വിനയമാണെന്നോ അല്ലെങ്കിൽ നാടകമാണെന്നോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എനിക്കറിയത്തില്ല ഈ പറയുന്ന സലീം കുമാറും ഈ ജയറാമും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവരുടെ കുടുംബവും തമ്മിലുള്ള അടുപ്പം എങ്ങനെയായിരുന്നു അത് നമുക്കറിയാം. അത് അറിഞ്ഞാൽ മാത്രമേ ഈ പുള്ളി ചെയ്തത് അതിവിനയമാണോ അല്ലെങ്കിൽ ഓവർ ആക്ടിങ് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ അങ്ങനെ ഒരു കുറ്റം പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത്. ഇനി നമുക്ക് സലീം കുമാറിന്റെ മുമ്പുള്ള ഒരു ഇന്റർവ്യൂ കാണാം. ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട കള്ളത്തരങ്ങൾ ഉണ്ടാവും, ഉണ്ട്, ജീവിക്കാൻ വേണ്ട, അതിനപ്പുറത്തേക്കുള്ള കള്ളത്തരങ്ങളില്ല. ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ കരയരുത്, കാരണം ഞാൻ നട്ടെല്ല് ഉയർത്തി തന്നെ ആയിക്കോളൂ കിടക്കുന്നത്. എന്താണ് സലീം എപ്പോഴും മരണത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഇതാണ് പറയുന്നത്, ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട കള്ളത്തരങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. വളരെ തുറന്നു പറച്ചിലാണ് ഈ പുള്ളിയെ നമുക്ക് പലപ്പോഴായിട്ട് ഇഷ്ടപ്പെടുന്നത്. എല്ലാം നമുക്ക് തുറന്നടിച്ച് പറയും, പച്ചയായ കാര്യങ്ങൾ വിളിച്ചു പറയും. എന്നിട്ട് പറയുന്നു, ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മരണത്തിന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരും കരയരുത്, ഞാൻ നിവർന്ന് നട്ടലിലൂടെ ആയിരിക്കും കിടക്കുന്നത്, ആരും കരയരുത്. അപ്പോഴാണ് ബ്രിട്ടാസ് ചോദിക്കുന്നത്, എന്താണ് ഈ മരണത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നത്? ഇതാണ് എൻ്റെയും ക്വസ്റ്റ്യൻ. ഈ പുള്ളി അതിനുശേഷം പുള്ളിക്ക് ചെറിയൊരു അസുഖം വന്ന് ഇങ്ങനെ ഒരു ക്ഷീണിതനായതിനു ശേഷം പുള്ളി എപ്പോഴും നോക്കിയാൽ ഈ ഒരു മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പുള്ളിയുടെ ഉള്ളിൽ ഒരു മരണഭയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം. മരണത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ചില ആൾക്കാർ മരിച്ചു കിടക്കുമ്പോൾ സലീം കുമാർ എപ്പോഴും സ്വന്തം മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടെന്ന് ആര് പറയും? തീർച്ചയായിട്ടും ഇത് അയാൾക്ക് മാത്രമല്ല ബാധകമുള്ള സംഭവമല്ലത്. നമ്മൾ ജീവിക്കുന്നത് തന്നെ തൊട്ടടുത്ത് ചുറ്റുപാടുകൾ കാണുന്നത് എന്താ. നമ്മൾ കൊച്ചിൻ ഹനീഫ മരിച്ചു കിടക്കുമ്പോൾ സലീം കുമാർ ആദ്യം പറഞ്ഞത് സലീം കുമാറിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഞാനും വരും, അത്രേ ഉള്ളൂ. അത് ഒരു കുഴപ്പമായി. ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമമില്ല കൊച്ചിൻ ഹനീഫ മരിച്ചതിൽ. കാരണം കൊച്ചിൻ ഹനീഫ ഇന്ന് പോയടത്തേക്ക് നാളെ ഞാൻ പോകണ്ടയാ. ഇത് പറഞ്ഞപ്പോൾ ആളുകൾ ധരിച്ചെന്താണെന്നറിയാമോ, ഞാനിങ്ങനെ റെഡി ആയിട്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അറിഞ്ഞില്ലേ സലീം കുമാർ ചാമ്പോണ്. ഇതാണ് എൻ്റെ വീട്ടില്. ഓക്കെ, മനസ്സിലായില്ല. അപ്പൊ കൊച്ചിൻ ഹനീഫ മരിച്ച സമയത്ത് പുള്ളി പറഞ്ഞു ഞാനും അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ സമയം തൊട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഈ പുള്ളി ഇത് പലപ്പോഴായിട്ട് ഏത് ഇന്റർവ്യൂവിൽ ഈ പുള്ളി ഇതെടുത്ത് ഇടുന്നുണ്ട്, മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്നത് ഈ പുള്ളിയുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. ആ സുഹൃത്തും കൂടി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മരണഭയം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ചിലവർ തുറന്നു പറയും, ചിലർക്ക് പറയത്തില്ല. അതുകൊണ്ടാണ് ബ്രിട്ടാസ് ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴും എന്തുകൊണ്ടാണ് ഈ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത്. എൻ്റെ മക്കൾ സ്കൂളിൽ പോണ സ്ഥലത്ത് പിന്നെ ഇവര് തന്നെ അസുഖങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഹാർട്ട് അറ്റാക്ക്, അത് വലിയ കുഴപ്പമായി അന്ന് പറഞ്ഞത്. എവിടെ ഹനീഫ് ഖാൻ മരിച്ചന്ന് ഞാനന്ന്. പക്ഷേ ഹനീഫ് ഖാൻ മരിച്ചതെന്ന് യഥാർത്ഥത്തിൽ മനസ്സ് നൊന്ത് തന്നെ പറഞ്ഞതാണ് ആക്ച്വലി, അല്ലേ? അതെ, കാരണം ഹനീഫ്ക്ക് ഇതിനോടൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു, മരണത്തോട്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ നിനക്ക് വേറെ വല്ല കാര്യം പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം കൊച്ചിൻ ഹനീഫയ്ക്ക് മരണത്തെക്കുറിച്ച് ഭയങ്കര പേടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ സുഹൃത്തു കൂടിയാണല്ലോ. ഈ പുള്ളി തന്നെ പറയും, നീ നേരെ എന്തെങ്കിലും പറയട്ടെ. അപ്പം ഇത് കേൾക്കുമ്പോൾ പുള്ളിക്ക് തന്നെ ഒരു പേടി ഉണ്ടാവുമായിരിക്കാം, സ്വാഭാവികമാണ്. അപ്പൊ ഇനി മരണത്തെക്കുറിച്ച് പുള്ളി പറയുന്ന മറ്റു പല കാര്യങ്ങൾ കൂടി ഉണ്ട്.
മരണത്തെക്കുറിച്ച് ഒരുപാട് ഗവേഷണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള സലീം കുമാറിൻ്റെ അഭിപ്രായ പ്രകാരം മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സലീം കുമാറിന്റെ വിശ്വാസം? അത് പലരുടേതായിട്ടുള്ള. സലീമിന്റെ വിശ്വാസം എന്താണ്? എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ അത് തീർന്നു. ഒരു എരുമ അല്ലെങ്കിൽ ഒരു പോത്ത് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പോത്തിന് ഇതുണ്ടാവുന്ന മൈത്തോളജി പ്രകാരം വീണ്ടും വീണ്ടും ജന്മം, രണ്ടാം ജന്മം, മൂന്നാം ജന്മം, അതൊരിക്കലും രണ്ടാം ജന്മങ്ങൾ ഉണ്ടാകും. അപ്പൊ നിത്യതിന് പറഞ്ഞ നായായിട്ടും പൂച്ചയായിട്ടൊന്നും ഉണ്ടാവില്ല. സലീം കുമാറിന് വരണമെന്ന് ആഗ്രഹമുള്ള ഒരു ജീവി ഏതാണ്? ഏതായാലും മനുഷ്യൻ വേണ്ട. മനുഷ്യനെ പോലെ ഇത്ര വൃത്തികെട്ട ജീവി വേറെ ഒന്നുമില്ല. ഇതാണ് പുള്ളിയെ നമ്മൾ അംഗീകരിക്കുന്നത്, പച്ചയായിട്ട് പറയുന്നു. അതായത് മരണത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മരണം കഴിഞ്ഞത് തീർന്നു, അതിനവിടെ വെച്ച് ക്ലോസ് ആവുകയാണ്. പട്ടിയും പൂച്ചയും ഈ ആടും മാടൊക്കെ മരിക്കുന്നില്ല, എപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, മരിക്കുന്നു. പിന്നെ പല കാര്യങ്ങൾ പറയുന്നത്. ഇനി പുനർജന്മം എന്തായിട്ട് വേണമെന്ന് ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഇങ്ങനെയാണ്: എനിക്കൊരിക്കലും ഇനി മനുഷ്യനായിട്ട് പുനർജനിക്കേണ്ട എന്നുള്ളതാണ്. മനുഷ്യനെ ഏറ്റവും പേടിത്തൊണ്ടനാണ് എന്നുള്ളതും സലീം കുമാർ പറയുന്നുണ്ട്. സലീം കുമാർ മനുഷ്യനെ ഏറ്റവും പേടിത്തൊണ്ടനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകളും ഒക്കെ നടക്കുന്നത്. മൃഗങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ആത്മഹത്യ ചെയ്തത് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് വൈകാരികമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. എന്തായാലും ഇത്രയേ ഉള്ളൂ. നല്ലൊരു കലാകാരനായിരുന്നു. ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റപ്പെടുന്ന ഒരു കഴിവായിരുന്നില്ല ഈ പുള്ളിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് എന്നൊന്നും നമ്മൾ ഓർമ്മിക്കാം. ഇനി എത്ര വർഷം കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ സീന് കണ്ട് ചിരിക്കാതിരിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മസ്റ്റേ കമന്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി കാണാം.